ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് ബിഗ് സിനി എക്സ്പോയുടെ അതിലാണ്. ഒരു മൾട്ടിപ്ലക്സ് അല്ലെങ്കിൽ ഒരു തിയേറ്ററിൻ്റെ ഒരു കോംപ്ലക്സിലോട്ട് കയറി കഴിഞ്ഞാൽ കിട്ടുന്ന A to Z കാര്യങ്ങളെപ്പറ്റി നമുക്കിവിടെ അറിയാൻ പറ്റും. എന്ന് വെച്ചാൽ ബിഗ് സ്ക്രീൻ, അതുപോലെ തന്നെ ക്യൂബ്, UFO, അതുപോലെ തന്നെ ഹെവി പ്രൊജക്ടർ, പിന്നെ അതിലുണ്ടാക്കുന്ന പോപ്കോണിൻ്റെ മെഷീൻ മുതൽ എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ അറിയാൻ പറ്റുന്നുണ്ട്. എല്ലാം ഇവിടെ ഒരു കുടക്കീയിൽ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇതിൽ നിന്നും നമ്മുടെ ഹോം സിനിമ സെഗ്മെൻറ്റിലോട്ട് എന്തൊക്കെ കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതും അതും നമ്മൾ നോക്കുന്നുണ്ട്. നേരത്തെയുള്ള നമ്മുടെ വീഡിയോന് കിട്ടിയ റെസ്പോണ്ടിൻ്റെ എന്താണ് ഒരു പരിണിത ഫലം തന്നെ പറയാം. നമുക്ക് ഈ ഒരു എക്സ്പോയിൽ വരാൻ വേണ്ടി ഞങ്ങൾ കൂടുതൽ ആവേശം നമുക്കുണ്ടായിരുന്നു. അപ്പം ഇതിലെ എല്ലാ മേഖലയിലോട്ടും നമുക്ക് ടച്ച് ചെയ്ത് പോകാം. ഓക്കെ, വെയിറ്റ് ചെയ്യും. ഒരുപാട് സസ്പെൻസുകൾ വേറെയുണ്ട്, എല്ലാം കാണണം. നമുക്കതിൻ്റെ കാര്യങ്ങളിലേക്ക് പോകാം. ഇപ്പോൾ എക്സിബിഷൻ നടക്കുന്ന ഹാളിൻ്റെ ഫ്രണ്ട് സൈഡിലാണ് നമ്മളുള്ളത്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് കാണാം എല്ലാ ബ്രാൻഡിൻ്റെയും പേരുകൾ. ഇപ്പം പ്രൊജക്ടറിൻ്റെ ആണെങ്കിലും മറ്റുള്ള അസോസിയേറ്റ് ചെയ്ത ക്യൂബ് പോലെ ഉള്ള ഫേമിൻ്റെ ആണെങ്കിലും ഐമാക്സ്, അതുപോലെ മെയിൻ തിയേറ്ററിൽ ആയിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പം ഇതിൻ്റെ ഹാളിലോട്ട് നമ്മൾ ഫസ്റ്റ് കയറുമ്പോൾ തന്നെ കാണുന്നത് പെൻ വർക്കേഴ്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ചെയർസാണ്. നമ്മൾ ഓൾമോസ്റ്റ് അധിക തിയേറ്ററിൽ നമ്മളിത് കാണും. തിയേറ്ററിലെ ചെയർസ് ചിലപ്പം ഇതായിരിക്കും, ലിറ്റിൽ നാപ്പ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ ചില ബ്രാൻഡുകളുണ്ട്. പിന്നെ ഇത് നമ്മൾ കാണുന്നത് ബാർക്കോയുടെ പ്രൊജക്ടറാണ്. എന്ന് വെച്ചാൽ വലിയ സ്ക്രീനിലോട്ട് തിയേറ്ററിലൊക്കെ കാണുന്ന പ്രൊജക്ടറാണ്. അത് 4K പ്രൊജക്ടർ. അപ്പം ഇതാണ് നമ്മുടെ തിയേറ്ററിലൊക്കെ യൂസ് ചെയ്യുന്ന പ്രൊജക്ടർ. തൊട്ടടുത്ത് നമുക്ക് ഡോൾബിയുടെ ഒരു തിയേറ്റർ ഇവിടെ ഉണ്ട്. എപ്പിക് ക്യൂബ് ലക്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് പോകുന്നുണ്ട്. ക്യൂബിൻ്റെ ഒരു പുതിയ പ്രൊഡക്റ്റാണിത്. ഈ കാണുന്നത് 3D ഗ്ലാസസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ബ്രാൻഡിനാണ്. അതുപോലെ തന്നെ വിവിധമായ രീതിയിൽ നമ്മൾ തിയേറ്ററിൽ വരുന്ന ഫിലിമിൻ്റെ സിനിമകളുടെ 3D പ്രൊജക്ഷൻ എന്താണെന്നുള്ള ഇത് പരിചയപ്പെടുത്തുന്ന ഒരു റൂമാണ്. ഇവിടെ നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഇപ്പോൾ ഇതിലിപ്പം കാണുമ്പോൾ അത് നമുക്കങ്ങനെ എഫക്റ്റീവായിട്ട് തോന്നുന്നില്ല. നമ്മൾ കണ്ണട വെച്ചാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു ഫീല് കിട്ടുകയുള്ളൂ. ഇത് ഡോൾബിയുടെ ഒരു ക്യൂബിൻ്റെ ഒരു തിയേറ്ററാണ്. അപ്പോൾ അതിൽ ഡോൾബിയുടെ സ്പീക്കേഴ്സ് ഡിസ്പ്ലേ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ പേര് കാണും, ലക്സൺ, എപ്പിക് ലക്സൺ എന്നുണ്ട്. കാരണം നമ്മുടെ വൈറ്റ് സ്ക്രീനല്ല, ഇത് നമ്മുടെ ഒരു LED പാനൽസ് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ പ്രൊജക്ടറും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ 4K പ്രൊജക്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് സ്ക്രീന് കാണാം. സാധാരണ TV പോലെ ആ ഒരു സെറ്റപ്പ്. അതിൻ്റെ ഒരു വലിയ സ്ക്രീൻ, നമ്മൾ തിയേറ്ററിൽ കാണുന്ന അത്രയും വലുപ്പമുള്ള സ്ക്രീൻ സെറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ നമ്മൾ ഈ പരസ്യ ബോർഡ് കാണുന്നതല്ല, അതിൻ്റെ 4K 2K ക്ലാരിറ്റിയിലാണ്. ഇപ്പം ഫസ്റ്റ് നമ്മൾ ചെയ്തേക്കുന്ന അല്ലു അർജുൻ്റെ തിയേറ്ററിലാണ് ഇത് ഫസ്റ്റ് ഒന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷനാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ ഡോൾബിയുടെ സ്പീക്കേഴ്സാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ചെറിയ സ്പേസിൽ ഇപ്പം പ്രൊജക്ടർ റൂമിൻ്റെ ആവശ്യമൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് സിനിമ കാണാം. അപ്പോൾ അതിലുള്ള വീഡിയോസ് ഞാനിപ്പം ഇതിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, അത് കാണാം. പിന്നെ ഈ തിയേറ്ററിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഈ പൊന്നീൻ സെൽവത്തിൻ്റെ ഓഡിയോ നറേഷൻ കിട്ടുന്ന ഒരു സംവിധാനം കൂടെ ഇവിടെ ഉണ്ട്. എന്ന് വെച്ചാൽ ചില എന്താ പറയുക, അപ്പം കണ്ണ് കാണാത്തവർക്കാണോ എന്ന് ചോദിച്ചാൽ ആ രീതിയിലോ തിയേറ്ററിൽ വന്നിരുന്നാൽ അവർക്ക് വേണമെങ്കിൽ അതിൻ്റെ സൗണ്ട് കേൾക്കാം. പിന്നെ അതിൻ്റെ സ്ക്രീനിൽ എന്താ നടക്കുന്നതിന് ഉള്ള ഒരു വോയിസ് നറേഷൻസ് ഇവിടെ നമുക്ക് ഇൻഡിവിജ്വലായിട്ടൊരു ഇയർഫോൺ വെച്ച് കേൾക്കാൻ പറ്റും. వీడి 3Dలో కనపడుతుందా? గుండోడు ఆనికున్న ఒకే ఒక గుండెను చూయిస్తాడు. जब कान भैरी पड़ती है तो बात भेजे में घुसती है. അപ്പം ഇതാണ് ഈ പുതിയൊരു ടെക്നോളജി സ്ക്രീൻ എന്ന് പറയുന്നത്. അപ്പോൾ തിയേറ്ററിൻ്റെ ടോട്ടൽ സൈസ് നമ്മൾ നോക്കിയാൽ ഇത്രയും ഏരിയയിലാണ് ഇത്രയും വലിയ സ്ക്രീനൊക്കെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സറൗണ്ട് സ്പീക്കേഴ്സും അറ്റ്മോസിൻ്റെ സ്പീക്കേഴ്സൊക്കെയാണ് കാണുന്നത്.
ഇപ്പോൾ നമ്മളിതിന് പുറത്തിറങ്ങിയിട്ട് നമ്മുടെ ഇനി അടുത്ത ഏരിയയിലോട്ട് നമ്മൾ പോവുകയാണ്. ഇവിടെ ഡോൾബിയുടെ വെച്ചിട്ട് അവർ തിയേറ്റർ സ്പീക്കേഴ്സിൻ്റെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ തിയേറ്ററിൽ നമ്മുടെ സ്ക്രീനിൻ്റെ ബാക്കിലായിട്ട് മറഞ്ഞു കിടക്കുന്ന LCR സ്പീക്കേഴ്സാണ്. വെച്ചാൽ ലെഫ്റ്റ്, സെൻറ്റർ, റൈറ്റ്. അപ്പോൾ അതൊരു ഇത്രയും വലിയ സ്പീക്കേഴ്സാണ് നമ്മൾ തിയേറ്ററൊക്കെ യൂസ് ചെയ്യുന്നത്. വലിയ ഹാളാണത്. അപ്പോൾ അത് ഡോൾബിയുടെ ബ്രാൻഡിൽ തന്നെ വരുന്ന സ്പീക്കേഴ്സാണ്. അതിൻ്റെ സബ്വൂഫറാണ് ഈ കാണുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ വലിയ തിയേറ്ററുകളിലെ മാരകമായ സൗണ്ട് തരാൻ ഉപയോഗിക്കുന്ന സ്പീക്കേഴ്സ്. ഈ കാണുന്ന സറൗണ്ട് സ്പീക്കേഴ്സാണ്. അപ്പോൾ ഇതുപോലെ മെയിൻ കുറേ ബ്രാൻഡുകളുണ്ട്. അത് നമ്മൾ ഇവിടെ തന്നെ കുറച്ചധികം ബ്രാൻഡ് നമ്മളിവിടെ പരിചയപ്പെടുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ഈ ട്യൂട്ടർ എന്ന് പറയുന്നത്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു ഞാൻ പെൻ വർക്കേഴ്സിൻ്റെ സീറ്റുകൾ. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പല തിയേറ്ററിലും ഇതുപോലുള്ള സൗകര്യമുള്ള സീറ്റിംഗ് ആണ് പല കൊമേഴ്ഷ്യൽ തിയേറ്ററിലും കാണുന്നത്. നല്ല റേഞ്ചിലുള്ള ടിക്കറ്റ് റേറ്റും അതിന് നമ്മളോട് വാങ്ങിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ചെയ്യുന്ന ഹോം തിയേറ്ററിലോട്ടും നമ്മൾ ഇതുപോലുള്ള സീറ്റുകൾ കൊടുക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് അധിക തിയേറ്ററുകളിലും ഇതുപോലുള്ള മോട്ടറൈസ്ഡ് റിക്ലൈനേഴ്സും അതുപോലെ തന്നെ പുഷ് ബാക്ക് സീറ്റുകളൊക്കെയാണ് നമ്മുടെ ഹോം തിയേറ്ററിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. സൗണ്ട് പ്രൂഫിംഗ് സൊല്യൂഷൻസ്. ഇപ്പം ഇത് അക്വാസ്റ്റിക് സൗണ്ട് പ്രൂഫിംഗ് സൊല്യൂഷൻസിനുള്ള എല്ലാ കാര്യങ്ങളും കിട്ടുന്ന പരിചയപ്പെടാൻ പറ്റിയ സ്ഥലമാണ്. അതായത് ഡിഫറെൻറ്റ് ടൈപ്പ് ഉണ്ട്. നമ്മൾ പല കസ്റ്റമറോടത്തും ഞങ്ങൾ പറയാറുണ്ട് സൗണ്ട് പ്രൂഫിംഗ് എന്ന വേറെ പ്രോസസ്സാണ്. അക്വാസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ തന്നെ വരുന്ന വേറെ പ്രോസസ്സിംഗ് ആണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ബേസ്ഡ് ഓൺ ബഡ്ജറ്റാണ്. അപ്പോൾ പല രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ് അനുസരിച്ച് ഇത് കണ്ടോ, ഈ ഒരു വിട്തൊക്കെ ഉണ്ടോ, ഇത്രയും ഗ്യാപ്പിൽ ഇത്രയും മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് സൗണ്ട് പ്രൂഫും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ കൊല്ലത്തുള്ള ജാസോസ് ചെയർസ്. ഇത് നമ്മുടെ ഒരുപാട് ക്ലയൻറ്റുകൾക്ക് ഇവർ ചെയർ ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയിൽ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ അത്യാവശ്യം നല്ല രീതിയിൽ തിയേറ്ററുകൾക്ക് ചെയർ സപ്ലൈ ചെയ്യുന്നൊരു കമ്പനിയാണ്. നമ്മുടെ കേരളത്തിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇത് UFO നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. തിയേറ്ററുകൾ ക്യൂബ്, UFO ഈ ഒരു കാറ്റഗറിയിലാണ് സിനിമ ഇവിടെ നമ്മൾ തിയേറ്ററിൽ കാണുന്നത്. അപ്പോൾ അവരുടെ തന്നെ ഒരു പവലിയനാണ്. ഇത് നമ്മൾ തിയേറ്ററിൽ യൂസ് ചെയ്യുന്ന സ്പീക്കേഴ്സാണ്. ഇതൊക്കെ വെച്ചാൽ നമുക്ക് ഇപ്പം ബാൽക്കണിയുള്ള സ്ഥലങ്ങളിലൊക്കെ ആ ഒരു സൗണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള രീതിയിലാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഇവിടെ അടുത്തൊരു ചെയറിൻ്റെ പവലിയനാണ്. ഇവിടെ അത്യാവശ്യം നല്ലൊരു അട്രാക്റ്റീവ് ഡിസൈനിലൊക്കെയാണ് ഇതിൻ്റെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മളിതിലോട്ട് കയറി കഴിഞ്ഞാൽ ഇതുപോലെയാണ് തിയേറ്ററുകൾ. നമ്മളിപ്പം ഇതുപോലെ നമ്മൾ അത്യാവശ്യം നമ്മളിത് ഇത്രയും സൈസുള്ള ഹോം തിയേറ്ററുകൾ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഹോം തിയേറ്ററിൽ ചെയറുകൾ നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. അത്യാവശ്യം വിട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ 4 സീറ്റൊക്കെ മതി മനോഹരമായിട്ട് തന്നെ പ്ലേസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇത് പെറ്റ് പാനൽസ് ആണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള പാനൽസ് വെച്ച് നമ്മളിപ്പോൾ തിയേറ്ററുകൾ ചെയ്യുന്നുണ്ട്. ഇതാകുമ്പോൾ നമുക്ക് ഒരുപാട് ഡിസൈൻസിൽ ചെയ്യാൻ പറ്റും. ഇത് കുറച്ചുകൂടെ എഫക്റ്റീവും കുറച്ചുകൂടെ കോസ്റ്റ്ലിയും കൂടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ അധികം ഒരു ഹൈ ബഡ്ജറ്റ് തിയേറ്ററുകളിൽ മാത്രം ഇത്തരം പാനൽസുകളൊക്കെ യൂസ് ചെയ്യുന്നത്.